That was my cookie story. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ 2024 റീക്യാപ്പ് അല്ലാന്നുണ്ടെങ്കിൽ 2024 എൻഡിങ്ങിന്റെ റീൽസിന്റെ 4ാമത്തെ മോഡൽ റീലിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ 3 മോഡൽസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൊട്ട് ഇന്നലെ തന്നെ നമ്മൾ വേറൊരു മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് റീൽസിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മൾ ഈ 3 മോഡലും 2024 റീക്യാപ്പിന്റെ റീൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു 3 വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് വാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഈസിയായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന 3 മോഡൽസ് ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആയിരുന്നു, ദാറ്റ് വാട്സ് മൈ കുട്ടി സ്റ്റോറി എന്നുള്ള ഒരു മ്യൂസിക് വെച്ചുള്ള ഒരു റീലിന്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്യോ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് ആ ഒരു റീൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാന്നാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടെംപ്ലേറ്റ് രൂപത്തിലാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിത് യൂസ് ചെയ്യുന്നത് ക്യാപ്കട്ട് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാപ്കട്ട് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാപ്കട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ടെലഗ്രാമിലോ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ടാൽ മതി. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ എഡിറ്റിംഗിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തു. അപ്പോൾ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് മുകളിലത്തെ ന്യൂ പ്രോജക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് നിങ്ങൾ 2024 നടന്നിട്ടുള്ള ഓരോ നല്ല ആയിട്ടുള്ള ക്ലിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ക്യാപ്കട്ടിക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നാമത്തെ ക്ലിപ്പാക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് ജസ്റ്റ് അതിൻ്റെ ഒരു സ്റ്റാർട്ട് ക്ലിപ്പിക്ക് നമുക്ക് ചെറിയൊരു ക്യാപ്ഷൻ അവിടെ മെയിൻ ആയിട്ടുള്ളത് അവിടെ എഴുതി കൊടുക്കാണ്ട്. അപ്പോൾ അതിന് സ്യൂട്ട് ആയിട്ടുള്ള ഒരു മോഡൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ക്ലിപ്പ് നിങ്ങൾ അതിലേക്ക് ഫസ്റ്റത്തെ ക്ലിപ്പായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു നടന്നു പോണ ഈ ഒരു ക്ലിപ്പാണ് ഞാൻ അവിടെ ഒന്നാമത്തെ ക്ലിപ്പാക്കിയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്ലിപ്പ് ഞാൻ അവിടെ ഒന്നാമത്തെ ക്ലിപ്പാക്കിയിട്ട് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നിങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ള ഓരോ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ നല്ല ഷോർട്സ് മാത്രം നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് ഒരു 9:16 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് വെച്ചാൽ നിങ്ങൾ ആ ഒരു റേഷ്യോയ്ക്ക് സ്യൂട്ട് ആവുന്ന രീതിക്കുള്ള ഷോർട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ചിലത് ലാൻഡ്സ്കേപ്പും ചിലത് പോർട്രേറ്റും അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വീഡിയോക്ക് അതിൻ്റെ രസം പോകും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ട് നല്ല ഷോർട്സ് മാത്രം എണ്ണി എടുത്തിട്ട് കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു കുറച്ച് വീഡിയോ ക്ലിപ്സ് ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു മെത്തേഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്സ് ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഞാൻ എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ക്ലിപ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ആഡ് ചെയ്തു. ലാസ്റ്റ് നമ്മൾ മ്യൂസിക്കിന്റെ എൻഡിങ് അനുസരിച്ചിട്ട് ബാക്കിയുള്ള ക്ലിപ്സ് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നല്ല ഷോർട്സ് ഒക്കെ നിങ്ങൾ ആദ്യം അതിലേക്ക് തന്നെ ആഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ബോക്സിലെ റേഷ്യോയിൽ അതുപോലെ ആസ്പെക്ട് റേഷ്യോ എന്നുള്ള ഓപ്ഷൻ അതിൽ 9:16 ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു മ്യൂസിക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ അതിനായി ചെയ്യേണ്ടത് ഓഡിയോക്കല്ല നിങ്ങൾ പോകേണ്ടത്. താഴത്തെ ബോക്സിൽ കാണാൻ നിങ്ങൾക്ക് ഒരു ഓവർലേ എന്നുള്ള ഒരു ഓപ്ഷൻ അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആഡ് ഓവർലേ കൊടുക്കുക. ആഡ് ഓവറിൽ കൊടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ളത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മ്യൂസിക്കും അതിൻ്റെ ഒരു മ്യൂസിക്കിൻ്റെ ഒപ്പം എല്ലാവരും ടെക്സ്റ്റും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്ട്രാ ഇതിലേക്ക് ലിറിക് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിറിക് ആയിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ഓവർലേ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട്. ശേഷം താഴത്തെ പ്ലേസ് പോയിട്ട് നിങ്ങൾ അതിലെ ഫിൽറ്ററോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ലൈറ്റിനോ നിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൽ ലൈറ്റിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ കണ്ട ആ ഒരു ടെക്സ്റ്റ് നമ്മളെ വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു മ്യൂസിക്കിനനുസരിച്ചിട്ട് നമ്മൾ ക്ലിപ്സുകൾക്ക് ഡ്യൂറേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ ഒന്നാമത്തെ ക്ലിപ്പിന് നമ്മൾ ചെറിയൊരു സ്ലോമോ കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്ലിപ്പ് ആദ്യം അതിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്ലിപ്പ് ഏകദേശം ഒരു 4 സെക്കൻഡാണ് വരുന്നത്. അപ്പോൾ 4 സെക്കൻഡിലേക്ക് നമുക്ക് നല്ലൊരു സ്ലോമോ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് നോർമൽ സ്ലോമോ ആണ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നോർമൽ സ്ലോമോ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റ് നോക്കുക. വാസ് യു 2024 എന്നുള്ള ടെക്സ്റ്റ് അവിടെ വെച്ചിട്ടാണ് പോണ് നോക്കുക. ആ പോയതിന് ശേഷം അവിടെ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ക്ലിപ്പ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് ഏകദേശം 3.4 സെക്കൻഡിലാണ് ഇപ്പോൾ ആ ഒരു ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 4 സെക്കൻഡ് പറഞ്ഞാൽ ചെറിയൊരു എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡ്സ് പറഞ്ഞതായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആ ഒരു ഓവർലേയിൽ എവിടെയാണ് ഹൗവാസ്മൈ എന്ന് 2024 എന്നുള്ള ടെക്സ്റ്റ് പോണത് അവിടെ വെച്ചിട്ട് വേണം നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ഷോട്ട് ക്ലിപ്പ് ഡിലീറ്റ് ചെയ്യാൻ. ശേഷം നിങ്ങൾ ആ ഒരു കൊടുത്തിട്ടുള്ള സ്ലോമോ നിങ്ങളൊന്ന് സ്മൂത്ത് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ അടുത്തതൊക്കെ നമ്മൾ ക്ലിപ്സ് നല്ല പോർഷൻ നോക്കുക, ഡിലീറ്റ് ചെയ്യുക. എന്നിട്ടിങ്ങനെ അതിൻ്റെ ഡ്യൂറേഷൻ നിങ്ങളൊരു 0.1 അല്ലെങ്കിൽ 0.2 ആ ഒരു സെക്കൻഡിലേക്ക് നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാനൊരു 0.2 സെക്കൻഡിലേക്കാണ് സെറ്റ് ചെയ്യുന്നത്. 0.1 ആകുമ്പോൾ പെട്ടെന്ന് ക്ലിപ്പുകൾ പോകും. അപ്പോൾ 0.2 ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടെങ്കിലും ചെറിയ പോർഷൻ നിൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് മാത്രം
നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടപ്പെടുക അത്ര അതിനനുസരിച്ച് സെറ്റ്. നിങ്ങളിൽ ഒരുപാട് ക്ലിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ 0.1 ഇടാക്കാനും ബെറ്റർ. അപ്പോൾ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന കുറച്ച് ക്ലിപ്പ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് 0.2 സെക്കൻഡിലാണ് ഓരോ ക്ലിപ്പ് അവിടെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എല്ലാ ക്ലിപ്സും ഞാൻ ആ ഒരു 0.2 സെക്കൻഡിലേക്ക് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് ഞാൻ ക്ലിപ്സ് ആഡ് ചെയ്തതിൽ കുറച്ച് മ്യൂസിക് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ മെത്തേഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലിപ്സിലൂടെ ആഡ് ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇത് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട്, ഇപ്പോൾ ഇത് ഏകദേശം എനിക്ക് 7 സെക്കൻഡോളം ആയിട്ട് ഇത് 16 സെക്കൻഡോളം വീഡിയോക്ക് ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 16 സെക്കൻഡിലേക്ക് ഉൾക്കൊള്ളുന്ന രീതിക്ക് നിങ്ങൾ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അഥവാ നിങ്ങളുടെ ക്ലിപ്പ് ഇതിൻ്റെ ഇടയിൽ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം വെച്ചിട്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി നിങ്ങൾ. ഇപ്പോൾ നമ്മൾ ആ ഒരു റീൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത് ഇപ്പോൾ ഏകദേശം അവിടെ കഴിഞ്ഞിട്ട്, അപ്പോൾ ഇനി അടുത്തത് ഇതിലേക്ക് ചെറിയൊരു മിനുക്കപ്പണിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ വല്ല ഫിൽറ്ററോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലോ എഫക്റ്റ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫിൽറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ 4K എന്നുള്ള ഈ ഒരു ഫിൽറ്ററാണ്. അപ്പോൾ ഈ ഒരു ഫിൽറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീഡിയോക്കും സ്യൂട്ട് ആവുന്ന രീതിക്കുള്ള ഒരു ഫിൽറ്ററാണ്. അപ്പോൾ ഞാൻ നോർമലി വർക്കിനൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു 4K ആണ് കൊടുക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4K ഫിൽറ്റർ കൊടുത്തിട്ട് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോയിട്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് വല്ല കളർ കറക്ഷൻ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ആ ഒരു സെക്ഷൻ ഞാൻ ഇതിൽ പറയണില്ല. അപ്പോൾ ഫിൽറ്റർ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് കൂടെ നിങ്ങൾക്ക് ഇനി വല്ല എഫക്റ്റ് എന്തെങ്കിലും ഒരു ഗ്ലോ എഫക്റ്റ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് എഫക്റ്റ് പോയി കഴിഞ്ഞാൽ ഒരുപാട് മോഡൽസ് ആയിട്ടുള്ള ഗ്ലോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗ്ലോ 2 എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഇത് കാണിച്ചു തരണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളെ ക്ലിപ്സുകൾക്ക് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഗ്ലോ 2 എന്നുള്ളത് അവിടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് പോയിട്ട് അതിന് ഗ്ലോയും ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഇനി ഇതിൽ കൂടെ ഇനി ഈ ഒരു സെക്ഷനിൽ ഒരുപാട് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഈ വരുന്ന ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ എഫക്റ്റ് പോയിട്ട് അതിൽ നൈറ്റ് ക്ലബിൽ പോവുക, അത് ഷെയ്ക്ക് എന്ന് സെർച്ച് ചെയ്യുക. That was my ഈ ഒരു ഷെയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ആ ഒരു സ്പീഡ് പോണ അല്ല പെട്ടെന്ന് ക്ലിപ്സുകൾ പോണ ഒരു ഭാഗത്തേക്ക്, എന്നിട്ട് അതിൻ്റെ സ്പീഡ് ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ചിട്ട് സെറ്റ് that ചെയ്യുക. was my cookie story. ഓക്കെ, അപ്പോൾ ഞാൻ അതും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് എക്സ്ട്രാ ഇനി നിങ്ങളുടെ വീഡിയോൻ്റെ താഴത്തെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് എഫക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവർലേ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീഡിയോൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് മാസ്കിൽ പോയിട്ട് അതിലെ ഹൊറിസോണ്ടൽ ഇട്ട് ഇൻവെർട്ട് ഇട്ട് ഈ ഒരു എയർ ജസ്റ്റ് ഒന്ന് പൊടിക്ക് അടിക്കാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോൻ്റെ ഒരു താഴ്ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് ഷെയ്ഡ് എഫക്റ്റ് കിട്ടും. ഇനി ആ ഒരു മോഡൽ നിങ്ങൾക്ക് വേണ്ട, ഇനി നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഒന്നാണ് ഈ ഒരു ബോർഡർ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ മതിച്ചാൽ നിങ്ങൾ അതിലെ ഹൊറിസോണ്ടലിന് മാറ്റി മിറർ എടുത്ത് ഇൻവേർട്ട് കൊടുത്ത് നിങ്ങൾക്ക് വേണ്ട രീതിക്ക് ഇതിലേക്ക് ആ ഒരു ലൈൻസ് നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എത്ര വേണം ആ ഒരു ബ്ലാക്ക് ബോർഡർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ടൈപ്പിലും കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഈ ഒരു റീൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈസിയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടെംപ്ലേറ്റ് കൂടി നിങ്ങളുടെ കയ്യിൽ തന്നെ, അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലത്തെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോസിനായി നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം.